സംസ്ഥാന സ്കൂൾ കായികമേളയുടെ അത്ലറ്റിക് മത്സരങ്ങൾ തുടങ്ങി. ട്രാക്കിലെ ആദ്യ ഇനമായ സീനിയർ പെൺകുട്ടികളുടെ 3000 മീറ്റർ ഓട്ടത്തിൽ പാലക്കാട് പറളി സ്കൂളിലെ എം ഇനിയ ഒന്നാമതെത്തി. ആൺകുട്ടികളുടെ 3000 മീറ്റർ ഓട്ടത്തിലും പാലക്കാടിന് തന്നെയാണ് സ്വർണം. മുണ്ടൂർ സ്കൂളിലെ ജഗന്നാഥൻ സ്വർണവും ഷബീർ വെള്ളിയും നേടി. ജൂൺ മുതൽ വരാൻ തുടങ്ങിയത് അടുത്ത സ്കൂളിലായിരുന്നു. പക്ഷെ അവിടെ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കഴിയും നന്നായി ചെയ്യാൻ പറഞ്ഞു. ഈ എടത്തറയിൽ ലോങ് ഡിസ്റ്റൻസ് ഓടിയായിരുന്നോ? ഇവിടെ വന്നിട്ടാണ് ഫസ്റ്റ് ലോങ് ഡിസ്റ്റൻസ് ഓടുന്നത് അല്ലേ? സബ് ജൂനിയർ ലെവലിൽ മത്സരിക്കുന്ന കുട്ടിയായിരുന്നു. പക്ഷേ നമ്മൾ കുട്ടിക്ക് വേണ്ട സ്പ്രിന്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സീനിയർ മത്സരത്തിൽ ഒരു പരീക്ഷണം നടത്തി. അത് റവന്യൂ ജില്ലാ മത്സരങ്ങളിൽ അത് വൻ വിജയമായി. അത് കഴിഞ്ഞ് സംസ്ഥാന മീറ്റ് എത്തിയപ്പോൾ ആദ്യ ഇനത്തിൽ തന്നെ ഗോൾഡ് കിട്ടുക എന്നുള്ളത് ഒരു 8ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള ഇനിക്ക് അല്ലെങ്കിൽ പറളിക്കും പാലക്കാടിനും അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയാണ്. ഈ ജൂൺ മാസം മുതലാണ് പ്രാക്ടീസ് ആരംഭിച്ചത്. പക്ഷേ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് തന്നെ സംസ്ഥാന മീറ്റിൽ ഇത്രയും വലിയൊരു നേട്ടം ഉണ്ടാക്കുക എന്നുള്ളത് എൻ്റെ 30 വർഷത്തെ കരിയറിൽ ഇതുപോലൊരു ദീർഘദൂര ഓട്ടക്കാരി കണ്ടിട്ടില്ല. ഈ സോണൽ കൃഷ്ണ വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സോണൽ, ഗുഡ് മോർണിംഗ്. അങ്ങനെ കുട്ടി കൂട്ടുകാരുടെ കുതിപ്പ് തുടരുന്നു അല്ലേ? ഇന്ന് ഏതൊക്കെയാണ് ഇനങ്ങൾ, എങ്ങനെയാണ് പ്രകടനം അവരുടെ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ? ആദ്യം തന്നെ പറയട്ടെ, പാലക്കാടിൻ്റെ പൂർണ്ണ ആധിപത്യം ട്രാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയും. 3000 മീറ്റർ സീനിയർ പെൺകുട്ടികളുടെ ഓട്ട മത്സരത്തിൽ നേട്ടം കൊയ്തത്, സ്വർണം കൊയ്തത് പാലക്കാടിൻ്റെ താരമാണ്. കുട്ടിയുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. പ്രതിസന്ധികളെ ഇടിച്ചിടിച്ച് തോൽപ്പിച്ച് അതിനെല്ലാം മാറ്റിക്കൊണ്ട് നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ. അതുപോലെ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഇതാ സീനിയർ ബോയ്സ് വിഭാഗത്തിൽ സ്വർണം നേടിയിരിക്കുന്നതും പാലക്കാട് തന്നെയാണ്. ഒന്നാമതും രണ്ടാമതും ജഗന്നാഥനും ഷബീറുമാണ് 1, 2 സ്ഥാനങ്ങൾ നേടിയിട്ടുള്ളത് എന്നുള്ളത് ഏറ്റവും പ്രത്യേകതയോടെ നമുക്ക് കൂട്ടിച്ചേർക്കേണ്ടതാണ്. കാരണം ആദ്യ മത്സരങ്ങളിൽ തന്നെ ഫൈനലാണ്. നമുക്കറിയാം ഇന്ന് മാത്രം 10 ഫൈനലുകളാണ് നടക്കുന്നത്. അതിൽ ആദ്യ 2 ഫൈനലുകളിൽ നേട്ടം കൊയ്തിട്ടുള്ളത് പാലക്കാട് തന്നെയാണ്. ഇനിയുള്ള മത്സരങ്ങളിലും അത് പ്രതീക്ഷിക്കാം. പക്ഷേ അതിനെയൊക്കെ മറികടന്ന് മറ്റ് ജില്ലകൾ കൂടി മുന്നോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും വലിയ നേട്ടം സ്വന്തമാക്കാനുള്ള ധൃതിയിൽ തന്നെയാണ് ഓരോ മത്സരാർത്ഥികളും എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പോൾ ഇതാ പ്രധാനമായി പറയേണ്ടത് കുട്ടികളുടെ ഒരു പ്രകടനം തന്നെയാണ്. കാരണം രാവിലെ എത്തുന്നു, ഏകദേശം 7 മണിയോട് കൂടി ഈ മത്സരങ്ങളൊക്കെ ആരംഭിക്കുന്നുണ്ട്. രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ചവർ ഗ്രൗണ്ടിലേക്ക് എത്തുന്നു, തുടർച്ചയായി മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു. യാതൊരുവിധ പ്രതികൂല കാലാവസ്ഥ ഒക്കെ ഒരു ഘടകമായി മുന്നിലുണ്ടെങ്കിൽ പോലും അതിനെല്ലാം തന്നെ തരണം ചെയ്തുകൊണ്ട് കുട്ടികൾ മിന്നുന്ന പ്രകടനം നടത്തുന്നു. അനിയയുടെ കാര്യം നമുക്ക് എടുത്താൽ അറിയാം, സബ് ജൂനിയർ വിഭാഗത്തിൽ പങ്കെടുക്കേണ്ട കുട്ടിയാണ്. പക്ഷേ ഒരു പരീക്ഷണം, അനിയയുടെ അധ്യാപകൻ നടത്തിയ ഒരു പരീക്ഷണം അത് വിജയിച്ചു. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും നാളുകളിൽ വലിയ റെക്കോർഡുകളോട് കൂടി ഒളിമ്പിക്സിൽ ഉൾപ്പെടെ മത്സരിക്കാൻ സാധ്യതയുള്ള ഒരു കുട്ടിയാണ് ഇനിയ. അതുപോലെ ഒരുപാട് താരങ്ങളുടെ ഒരു ഉദയം ഈ കേരള ഒളിമ്പിക്സിൽ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ആവർത്തിച്ച് പറയേണ്ടതാണ്. എന്തായാലും വിദ്യാർത്ഥികളൊക്കെ സന്തോഷവാന്മാരാണ്. അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. തീർച്ചയായും വേറെ ആരൊക്കെയാണ് ഉള്ളത് കുതിപ്പ് തുടരുന്ന മറ്റ് ജില്ലകൾ? പ്രധാനമായും കോഴിക്കോടും മലപ്പുറവും ഒക്കെ തന്നെ പിന്നാലെയുണ്ട്, തൊട്ടു പിന്നാലെയുണ്ട് എന്നുള്ളതാണ്. പോയിന്റ് പട്ടിക ഇന്നലെ വന്നതോടുകൂടി തിരുവനന്തപുരമാണ് ആദ്യം മുൻപന്തിയിൽ നിൽക്കുന്നത്. തൊട്ടു പിന്നാലെ കോഴിക്കോടും മലപ്പുറവും ഒക്കെ തന്നെയുണ്ട്. പക്ഷേ ആ പോയിന്റുകളെല്ലാം തന്നെ ഇന്ന് മാറി മറിയാൻ സാധ്യതയുണ്ട്. കാരണം പ്രധാന ഗ്ലാമറസ് ഇനങ്ങളായിട്ടുള്ള 100 മീറ്റർ ഉൾപ്പെടെയുള്ളവ ഇന്ന് നടക്കും. അതായത് 10 ഫൈനലുകൾ ഇന്ന് നടക്കുമ്പോൾ തന്നെ പോയിന്റ് പട്ടികയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി പറയുന്നത്. എന്തായാലും മത്സരങ്ങൾ ട്രാക്കുകൾക്ക് തീ പിടിപ്പിക്കുകയാണ്. വിദ്യാർത്ഥികൾ ഒരുപാടായി ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. വരും മണിക്കൂറുകൾ നിർണായകമാണ്. ഓരോ ജില്ലയെ സംബന്ധിച്ചും ഓരോ വിദ്യാർത്ഥികളെ സംബന്ധിച്ചും നിർണായകമാണ്. എല്ലാവരും മിന്നും പ്രകടനം കാഴ്ചവെക്കുന്ന കുട്ടികളാണ് എന്നുള്ളത് തന്നെ ആവർത്തിച്ച് പറയേണ്ടി വരും. ഇപ്പോഴിതാ പ്രധാനമായി പറയേണ്ട കാര്യം, നമ്മുടെ ആദ്യ സീനിയർ വിഭാഗത്തിൽ ആദ്യ മെഡൽ നേടിയ കൊച്ചുകുട്ടി നമ്മളോടൊപ്പം ഉണ്ട്. പ്രായത്തിനേക്കാൾ വലിയ പ്രകടനമാണ് ട്രാക്കിൽ കാണിച്ചത്. എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ടുണ്ടായിരുന്നു, സന്തോഷമായി. മാഷു പറഞ്ഞു വലിയ പ്രതിസന്ധികളെ ഇടിച്ചു തോൽപ്പിച്ചാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. എങ്ങനെയായിരുന്നു ആ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ? സാറ് നല്ല സപ്പോർട്ടായിരുന്നു. നന്നായിട്ട് ബെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. നന്നായി ഞാൻ ചെയ്തു. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലെ അമ്മ, അച്ഛൻ, ഏട്ടൻ. എന്തായാലും മാഷെ, എങ്ങനെയായിരുന്നു കുട്ടിയുടെ പ്രകടനം?
എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമുക്ക് കുറേ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് അഫ്സലും അതുപോലെ രമേശ്, താര, ശോഭ അങ്ങനെയുള്ള ഒരുപാട് ദീർഘദൂര ഓട്ടക്കാരെ സംഭാവന ചെയ്തൊരു സ്കൂളാണ് പറളി സ്കൂൾ. പക്ഷേ കുറേ വർഷത്തിന് ശേഷം നമുക്ക് അതുപോലെ ഇല്ല. കാരണം നമ്മൾ പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള കായിക താരങ്ങൾ കണ്ടെത്തിയിട്ടാണ് ഇത്രയും നമ്മൾ റിസൾട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനിയെ ഞാൻ തേടിപ്പോയതല്ല, ഇനിയ നമ്മുടെ അടുത്തറ സ്കൂള്, ആ അടുത്തറ സ്കൂൾ 7ാം ക്ലാസ് വരെയുള്ളൂ. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ഹൈസ്കൂളിലേക്ക് വരികയാണ്. ഞാൻ ക്യാമ്പിൽ വിളിച്ചതോ വേറെ ഒന്നുമില്ല, ആ കുട്ടി താനെ നമ്മുടെ ക്യാമ്പിലേക്ക് വരികയാണ്. ആ ക്യാമ്പിൽ വന്ന ശേഷം ഈ 4 മാസത്തെ പരിശീലനം കൊണ്ട് ഈ സംസ്ഥാന സ്കൂൾ പോലുള്ള ഇത്രയും വലിയൊരു മീറ്റിൽ, അതും സീനിയർ സെക്ഷനിൽ 1ാം സ്ഥാനം വരിക എന്നുള്ളത് എനിക്ക് ദൈവം തന്ന ഗിഫ്റ്റായിട്ടാണ് ഞാൻ കാണുന്നത്. പ്രായത്തിനേക്കാൾ മികച്ച പ്രകടനമാണ് ഇവർ കാഴ്ച. തീർച്ചയായിട്ടും പ്രായത്തെക്കാളും പറഞ്ഞു കഴിഞ്ഞാൽ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള റിസൾട്ട് എന്നല്ലാതെ അതിനപ്പുറം വേറെ വാക്കുകളില്ല. എന്തായാലും പുതിയ താരങ്ങൾ ഉദിച്ചു വരട്ടെ. തീർച്ചയായിട്ടും നമ്മളൊക്കെ ഈ വിരമിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ വലിയ താരങ്ങളെ നമുക്ക് ദൈവം തരിക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇതൊക്കെ നമ്മൾ വിചാരിച്ച പോലെയല്ല ഒന്നും. നമ്മൾ ഓരോ കുട്ടികളെ പ്രതീക്ഷയോടെ ഓരോ കുട്ടികളെ നമ്മൾ നോക്കണം. പക്ഷേ അവർ വിചാരിച്ച പോലെ മുകളിൽ കയറി വരില്ല. പക്ഷേ ഇതൊക്കെ ഒന്നുമില്ലാതെ വന്ന ഒരു 4 മാസം കൊണ്ട് ഈ എൻ്റെ ഇതുവരെയുള്ള ഒരു കായിക താരങ്ങളും 4 മാസം കൊണ്ട് നമുക്ക് ഇത്രയും വലിയ റിസൾട്ട് തന്നില്ല. ഒരു മെർലിൻ ഉണ്ടായിരുന്നു മുമ്പ്, നമ്മുടെ കായിക താരം മെർലിനാണ് ഇതുപോലെ ഒരു വർഷം ഒരു 5-6 മാസം കൊണ്ട് അവർ കുട്ടി ഹഡിൽസിലും ഹൈ ജമ്പിലും 200 മീറ്ററിലൊക്കെ ഗോൾഡ് വന്നിരിക്കുന്നത്. പക്ഷേ ഇനിയും ഈ ഒരു 14 വയസ്സ് കാറ്റഗറിയിൽ നിൽക്കുന്ന സമയത്ത് സീനിയറിൽ മത്സരിച്ചു എന്നുള്ളതാണ് അവനെയും എല്ലാവരെക്കാളും ഞാൻ അവന് ഈ കുട്ടിയുടെ പ്രതിഭാശാലിയായിട്ടുള്ള കായിക താരം എന്നുള്ളത് 100% പറയാവുന്ന കാര്യം. ഇന്ത്യക്ക് വേണ്ടി ഓടാൻ ശേഷിയുള്ള ഒരു കായിക താരം എന്നുള്ള തർക്കമേ ഇല്ല. ഇനി എന്തായാലും സന്തോഷം. പിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ദൈവം തന്നത്. ഓക്കെ, എന്തായാലും മാഷ്ട സന്തോഷം പറഞ്ഞ ഇന്ത്യക്ക് വേണ്ടി മത്സരിക്കാൻ സാധ്യതയുള്ള ഒരു കുരുന്ന് താരമാണ്. എന്തായാലും ഭാവിയിൽ ഇത്തരത്തിലുള്ള താരങ്ങൾ, പുതിയ താരോദയങ്ങൾ ഈ ട്രാക്കിൽ ഉണ്ടാവട്ടെ എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആശംസിക്കാനുള്ളത്. മോദി, പുതിയ താരങ്ങൾ ഉണ്ടാവട്ടെ, മിന്നും താരങ്ങൾ ഉണ്ടാവട്ടെ. ഇന്ത്യക്ക് സ്വർണ്ണ നേട്ടവുമായി ഇവരൊക്കെ അങ്ങനെ ട്രാക്കിലും ഫീൽഡിലും നിറഞ്ഞു നിൽക്കട്ടെ. കൂട്ടുകാർക്കൊക്കെ ആശംസകൾ. വി സോണൽ കൃഷ്ണയ്ക്ക് നല്ല ദിവസവും ആശംസിക്കുന്നു.